ഹായ്, ഹിസ്ബി അരുളേലാണ്. ഈ ഫാത്തിമ തെഹ്ലി എന്ന കാപട്യത്തെക്കുറിച്ച് നമ്മൾ ആവർത്തിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഫാത്തിമ തെഹ്ലിയും ഒപ്പം തന്നെ ഷാഫി പറമ്പിലും എങ്ങനെയാണോ സംഘപരിവാറിൻ്റെ പുതുമുഖങ്ങളായിട്ടുള്ള പലരും പൊന്തി വരുന്നത്, അതുപോലെ തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് കപട മതേതരത്വവും പറഞ്ഞ് അടിമുടി വർഗീയതയായിട്ടുള്ള ഒരു പെൺരൂപവും ഒരു ആൺരൂപവുമാണ് ഷാഫിയും ഫാത്തിമ തെഹ്ലിയും. ഒരുപക്ഷെ അവർ കാപട്യമാണെന്ന് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് പൊടുന്നതിനെ ചോദിക്കും, അതെന്തെങ്കിലും അവരുടെ പോപ്പുലാരിറ്റിയിലോ അല്ലെങ്കിൽ അവരെന്ന വ്യക്തികളോടുള്ള എന്തെങ്കിലും അസൂയ കൊണ്ടാണെന്ന് ചിലർക്ക് തോന്നിപ്പോയേക്കാം. ആ സാഹചര്യത്തിലാണ് നിങ്ങളെ ഫസൽ ഗഫൂർ എന്ന MES ചെയർമാനായിട്ടുള്ള വ്യക്തിയുടെ ഒരു പ്രതികരണം മുമ്പ് കൈരളി TV ജോൺ ബ്രിട്ടാസിന്റെ JB ജംഗ്ഷൻ എന്ന പരിപാടിയിൽ അദ്ദേഹം ഈ പറയുന്ന കാപട്യത്തെക്കുറിച്ച് സംസാരിച്ചത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. കാര്യം ഇവർ പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ ഒരിക്കലും യോജിച്ചു പോകാറില്ല, മിസ്മാച്ചിങ് ആണ്. അതിൻ്റെ അടിസ്ഥാനം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. വ്യക്തി എന്ന് പറഞ്ഞാൽ വാക്കും പ്രവൃത്തിയും രണ്ടും രണ്ടാണെങ്കിൽ അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ അവരെ ജന്മത്ത് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. അതുകൊണ്ടാണ് ഫാത്തിമ തെഹ്ലി എന്ന ജമാഅത്ത് ഇസ്ലാമി സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി അവർ ഒരു മതേതര ചമഞ്ഞ് ഈ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഒരു മുസ്ലിം സംഘി അല്ലെങ്കിൽ മുസ്സംഘിയായിട്ട് ആ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ച് ആ മതത്തെ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ തീവ്ര വർഗീയ നിലപാട് സ്വീകരിക്കുന്ന മനുഷ്യരെ സൃഷ്ടിക്കുന്ന ഒരു മതസംഘടനയാക്കി മാറ്റാനുള്ള പ്രവൃത്തികൾ നാട് തിരിച്ചറിയേണ്ടതുണ്ട്. അതിന് MES ചെയർമാനായിട്ടുള്ള ഫസൽ ഗഫൂറിന്റെ ഈ പ്രതികരണം നിങ്ങളൊന്ന് കേട്ടെ. വളരെ ബഹുമാനപൂർവ്വം നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ ഫസൽ ഗഫൂർ സർ. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ നിക്കാബ് ബാൻ ചെയ്തിട്ടുള്ള സർക്കുലറൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരൊറ്റ കാര്യമാണ്. അഡ്മിഷനിൽ MESലേക്ക് വരുന്ന ഒരു കുട്ടിയുടെ അഡ്മിഷന് വേണ്ടിയിട്ട് MESലേക്ക് സമീപിക്കുന്ന ഒരു കുട്ടിയുടെ മാനദണ്ഡം എന്താണ്? നിക്കാബ് ധരിക്കണോ ധരിക്കണ്ടേ എന്നുള്ള ആ കുട്ടിയുടെ അവകാശം, ആ കുട്ടിയുടെ നിക്കാബ് ധരിച്ചിട്ടുള്ള രീതി നിങ്ങൾ അതിനൊരു ക്രൈറ്റീരിയ ആയിട്ട് കാണുന്നുണ്ടോ എന്നുള്ളത് മറുപടി പറയാം. ഫാത്തിമനെ താങ്കൾക്ക് അറിയായിരിക്കും. ഫാത്തിമ ഒരു രസമുണ്ട്. ഇങ്ങനത്തെ കഥാപാത്രങ്ങളാണ് വിചിത്ര കഥാപാത്രങ്ങൾ. ഇവര് ആ കുട്ടിയെ നോക്കുക, അവര് നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല ഉഷാറായിട്ട് അവരെ മുഖമൊക്കെ കാണിച്ച് രാഷ്ട്രീയത്തിലും അല്ലാതെയൊക്കെ അവർ നടക്കുന്നുണ്ട്. എന്നിട്ട് അവരെന്താ പറയണമെന്നറിയോ? മറ്റവർക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നു. ഞാൻ പറഞ്ഞ വെച്ചാലേ ഏത് മറ്റവരെ മുഖം മറക്കാൻ വേണ്ടിയിട്ട് വാദിക്കുന്നു. ഇത് ഹിപ്പോക്രസിയാണത്. കാപട്യം തന്നെയാണത്. കാപട്യം തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. നേതാവ് കൂടിയാണ്. അതുകൊണ്ടൊന്നും കാര്യമില്ല. ആരുടെ നേതാവ് എന്നുള്ളതല്ലേ ഈ ചർച്ചയിൽ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് IUM എന്നുള്ള വളരെ പ്രബലമായ സംഘടനയുടെ മുസ്ലിം ലീഗ് അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടില്ല. മുസ്ലിം ലീഗിന്റെ ഒരു നേതാക്കന്മാരുടെ മക്കളും എനിക്ക് എല്ലാവരും അറിയാം. ഒറ്റ കാര്യം ഞാൻ ഡോക്ടർ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവ് ഇങ്ങനെ പറയണമെങ്കിൽ എവിടെ നിന്നും ഒരു പ്രചോദനം വേണ്ട. അവർക്ക് സ്വന്തമായിട്ട് അവർ കയ്യടി വാങ്ങാൻ ചെയ്യണമായിരിക്കും. അപ്പൊ താങ്കൾ പറയുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു നിലപാടെടുത്തിട്ടില്ല. ആ നേതാക്കന്മാരുടെ മക്കളൊക്കെ താങ്കൾ പറയുന്ന പോലെ ഈ നിക്കാബൊന്നും ഇട്ടല്ല നടക്കുന്നത് അല്ല. ഞാൻ പറഞ്ഞുതരാം എന്താ കാരണം വെച്ചാൽ 10 മുസ്ലിം ലീഗ് MLA മക്കളെ MES മെഡിക്കൽ കോളേജ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് നേരിട്ട് അവരറിയാലോ. അവരാരും ഇത് ധരിക്കുന്നില്ല. അവർ ധരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു വിട്ടുവീഴ്ച കൂടെ ഞാൻ തയ്യാറാണ്. പാരമ്പര്യമായിട്ട് ധരിച്ചു വരുന്ന ചില അറിയാലോ, കേരളത്തിൽ ചില കുടുംബങ്ങളുണ്ട്. അവർ പറയണേ ഞാൻ ഇതിന് റെഡിയാണ്. ഇതിപ്പോ പറയുന്ന ആരാന്നറിയോ? നിക്കാബ് ധരിക്കാത്ത ആൾക്കാർ ഇതിനു വേണ്ടി വാദിക്കുകയാണ്. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവരാരെങ്കിലും കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ സംസാരിക്കുന്നത്. ഈ വിഷയത്തിൽ നക്കാബ് ധരിച്ച ഒരു കുട്ടി വന്നിട്ട് അഭിപ്രായം പറയണേ ഞാൻ കേൾക്കാൻ 100% തയ്യാറാണ്. എന്നെ കൺവിൻസ് ചെയ്യട്ടെ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടെന്നുള്ളത് നമുക്ക് ആലോചിക്കാലോ. അല്ലേ? അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ കേസ് എടുക്കുക, അല്ലാതെ ഇതിന് കയറിയിട്ട് ആളാവാൻ വേണ്ടിയിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇവരൊക്കെ കാപട്യത്തിന്റെ രൂപങ്ങളാണ്. ഇവരൊന്നും ഇത് ധരിക്കാതെ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട്, അതല്ലേ താങ്കൾ ഉപയോഗിച്ച വാക്കെന്നാണ്, മേക്കപ്പ് ഒക്കെ ഇട്ട് അണിഞ്ഞ് മുഖം കാരണം വേറെ കാര്യമുണ്ട്. സമസ്തയുടെ തന്നെ അതേ ചർച്ചയിൽ പങ്കെടുത്ത ഉമ്മർ ഫൈസി പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക? സമസ്തയുടെ മേക്കപ്പ് ഒട്ടിടാൻ പാടില്ല, മുഖം കാണിക്കാൻ പാടില്ല, ജോലിക്ക് പോകാൻ പാടില്ല, രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല. ഇതാണ് സമസ്തയുടെ നിലപാട് ഈ കാര്യത്തിൽ. അപ്പൊ ആ നിലപാട് ഇവർ പാലിക്കും. കേട്ടല്ലോ. ഇതിനേക്കാൾ കൂടുതലൊന്നും വിശദീകരിക്കേണ്ടതില്ല അവരുടെ കാപട്യത്തെക്കുറിച്ചൊക്കെ. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. ചില മത അടിമകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഏത് ജമാഅത്ത് ഇസ്ലാമിക്കാർ പോലുള്ളവർ. അവർ ആ മതത്തിൻ്റെ ഒരു സേഫ് സോണിൽ ഇരുന്നു കൊണ്ട് ആ മതത്തിൻ്റെ പ്രചാരകരായിട്ട് വളരെ വിദഗ്ധമായി, ഞാൻ പറയില്ല, ഈ പോളിഷ്ഡ് ഭാഷയിൽ സംസാരിക്കും. ഇത് കേൾക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് തോന്നും, എന്തോ ഒരു സംഭവവികാസമാണെന്ന്. ഒരു തേങ്ങയല്ല.
ഇവരൊക്കെ സംബന്ധിക്കുന്നിടത്തോളം എങ്ങനെയാണോ എതിർ സൈഡിൽ സംഘപരിവാറുകാർ ഈ നാട്ടിൽ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നത്, അതുപോലെ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന, അതിനുവേണ്ടി അവർ സ്പോൺസർ ചെയ്ത് ഇറക്കിയിരിക്കുന്നവരാണ് ഈ ഫാത്തിമയെ പോലുള്ളവർ എന്നുള്ള കാര്യം നിസ്സംശയം പറയാൻ പറ്റുന്ന കാര്യമാണ്. അക്കാര്യം ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലിരുന്നു കൊണ്ട് മതേതര ബോധമുള്ളവർ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇത്തരം ആൾക്കാർ പൊതുവിടങ്ങളിലേക്ക് കടന്നു വരുന്നത് സമൂഹത്തിന് തന്നെ ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യമാണ്. ഇത്ര വളരെ കുലീനമായി സംസാരിച്ചുകൊണ്ട് പറയുന്ന പ്രവൃത്തി മറ്റൊന്നാകുന്നതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നാട് മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യകത കൂടിയാണ്. അത് തിരിച്ചറിയണമെന്നാണ് പറയാനുള്ളത്. MES ചെയർമാൻ്റെ ആ പ്രതികരണം നിങ്ങൾക്ക് കുറച്ചുകൂടി ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയിട്ടുണ്ടെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്.